പെട്ടെന്നൊരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വയ്ക്കും, പക്ഷെ ഞാൻ വയ്ക്കും. ഞാൻ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടല്ലോ. സാമ്പാർ ഉണ്ടാക്കണം മാത്രമല്ല, എനിക്ക് ഓഫീസിൽ പോകുന്നതൊക്കെ കഴിഞ്ഞിട്ട് ചോറടുപ്പത്തുണ്ട്, രാവിലത്തേക്കുള്ള ഇഡ്ഡലി അടുപ്പത്തുണ്ട്. രണ്ടിനും കൂടിയിട്ട് ബെറ്റർ കോമ്പിനേഷൻ സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ ഈ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഇന്നലെ വെച്ച ചോറാണ്, തിളപ്പിച്ച് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ കുക്കറിൻ്റെ കോലൊന്നും നോക്കണ്ട. ഇതിൽ ഞാൻ നമ്മുടെ പരിപ്പ് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു 5 വിസിൽ പോട്ടെ, കാരണം പരിപ്പ് തുവരപ്പരിപ്പല്ലായിരുന്നു. ഇതിൽ ഇഡ്ഡലി ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഡ്ഡലി ആവട്ടെ. പിന്നെ ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കുറച്ച് കേടായിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ കളഞ്ഞു, ബാക്കിയുള്ളതാണ് എടുത്ത് വെച്ചേക്കുന്നത്. സവാള, തക്കാളി. സാമ്പാറിലധികം കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ കഷ്ണങ്ങളാണോ ഇവിടെ ഉള്ളത് അത് വെച്ചിട്ടായിരിക്കും ഞാൻ സാമ്പാർ ഉണ്ടാക്കുക. ഓക്കെ, ഇതിൽ പിന്നെ ഞാൻ കുറച്ച് പുളി പിഴിയാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് വേഗം പോയി ഊറ്റി വെച്ചു. ഞാൻ ഇങ്ങനെയാണ് ഊറ്റി വയ്ക്കാറ് കേട്ടോ, എനിക്കിതാ ഇഷ്ടം. പിന്നെ ഇഡ്ഡലിയും വെന്തിട്ടുണ്ടായി. ഞാനൊരു ഫോർക്ക് വെച്ച് കുത്തി വെക്കും, അപ്പോൾ അതറിയാൻ പറ്റും എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത്. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള, വെണ്ടക്ക, തക്കാളി ഈ വക സാധനങ്ങളൊക്കെ ഇടാം. പച്ചക്കറി ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1-2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു ലോഡ് കായപ്പൊടി. ഒരു ലോഡൊന്നും ഇടണ്ട, അത്യാവശ്യത്തിന് ഇട്ടാൽ മതി. കുക്കർ അടച്ച് വെച്ച് 1 വിസിലൊന്നും പോട്ടെ. 1 വിസിൽ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്തിട്ടു. ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിസിൽ വന്നതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. വേറൊരു ചെറിയൊരു കടായി എടുത്തിട്ട് കടുക് പൊട്ടിക്കുക, മറ്റേ ഉണക്കമുളക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം ഈ താളിച്ച ആ ഒരു അരപ്പ് നേരെ സാമ്പാറിലേക്ക് തട്ടാം. അത്രയേ ഉള്ളൂ, സാമ്പാർ റെഡി. സാമ്പാർ റെഡി. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാറാണ് കൂടുതലും പതിവ് കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ പാത്രത്തിലേക്ക് ആക്കി ബാഗിലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ.